ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൽ ഇൻസ്റ്റൻ്റായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ട് രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് വാനില കേക്കും. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർക്കുമ്പം തന്നെ നമ്മുടെ കപ്പിൽ ഫുള്ളാവും, മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചിത് അടിയിലേക്ക് പകുതി ആയി കിട്ടും. മെൽറ്റഡ് ബട്ടറിനകത്ത് സാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അഡീഷണൽ സാൾട്ടൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, പിന്നെ 3 ടേബിൾ സ്പൂൺ പാല് ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ അതിലേക്ക് പഞ്ചസാര ഇതും കൂടി ചേർത്ത് വാനില എസൻസ് 3-4 ഡ്രോപ്സ് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചെറി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഭംഗിയും ടേസ്റ്റും കൂടാണ്. ഇത് ചേർത്ത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ കപ്പ് രണ്ടും വെച്ച് ഒരു 2.5 മിനിറ്റാണ് ഞാൻ ബേക്കിംഗ് ടൈം വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു 2 മിനിറ്റും കൂടി വേണ്ടി വന്നു ഇതൊന്ന് വെന്ത് കിട്ടാൻ. പക്ഷേ 2 മിനിറ്റും കൂടി എടുത്തെങ്കിലും ആ സമയത്ത് ഇതിൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേകാത്തത് പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് നല്ല കേക്കിൻ്റെ ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.